നമസ്കാരം. ഇറാന്റെ എല്ലാ മന്ത്രിമാരെയും വധിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടതിന് ശേഷം മജ്തബ ഖമേനി വളരെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയാകുകയും ഇപ്പോൾ റഷ്യയിൽ കഴിയുകയാണ്. റഷ്യയിൽ ചികിത്സയിലാണ്. കോമ സ്റ്റേജിലാണ് മജ്തബ ഖമേനി അവിടെ ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കൊല്ലപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് അലി ലാരിജാനിയാണ്. ഇറാന്റെ സെക്യൂരിറ്റി ചീഫാണ്. ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു പലരും ഇറാനിൽ നിന്ന് കൊല്ലപ്പെട്ടിരുന്നു. അലി ഷമാഖാനി എന്ന സീനിയർ സെക്യൂരിറ്റി ഫിഗർ കൊല്ലപ്പെട്ടിരുന്നു. മുഹമ്മദ് പക്പൗർ എന്ന് പറയുന്ന ഇറാന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ലീഡർ, IRGCയുടെ കമാൻഡർ ഇൻ ചീഫായിരുന്ന മുഹമ്മദ് പക്പൗർ കൊല്ലപ്പെട്ടു. ജനറൽ അബ്ദുൽ ആർ മസവി, ചീഫ് ഓഫ് ആംഡ് ഫോഴ്സ്, കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ ഇറാന്റെ നിരവധിയായിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി അപൂർവം ചില വ്യക്തിത്വങ്ങൾ മാത്രമാണ് ഇറാനിൽ അവശേഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആൾ ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെഷഷ്കിയാനാണ്. അതിനുശേഷം അബ്ബാസ് അരക്ചവി, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അരക്ചവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഗലീബാഫ്, ഇറാൻ പാർലമെന്റിന്റെ സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് ഗലീബാഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് ഇറാനിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ യുദ്ധം പൂർണ്ണമായി അവസാനിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിലുള്ള എല്ലാവരും തന്നെ വധിക്കപ്പെടണം എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങളാണ്, അതായത് ഇസ്രായേൽ പങ്കുവച്ച ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഈ യുദ്ധം ഇറാനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് അത്യധികമായ ഭയാനകമായ ദുരന്തത്തിലേക്ക് തന്നെ ആയിരിക്കും എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഖാർഗ് ദ്വീപിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങളൊക്കെയും തകർക്കപ്പെട്ടു. അങ്ങനെ ഇറാൻ അടിമുടി കഷ്ടത്തിലാകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ജലസംഭരണ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഇറാന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ധാരണ പോലും ഇപ്പോൾ ഭരിക്കപ്പെടുന്ന ആൾക്കാർക്കില്ല. അത്രമേൽ ഇറാൻ തകർക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പുറത്തറിയുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ്. ഇറാന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്തു കഴിഞ്ഞു. ഇറാന്റെ വടക്കൻ മേഖലയിലേക്ക് ഐസിസിന്റെ ഒരു വലിയ ശക്തമായ നീക്കവും ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ മേഖലകളും ഈ വിധത്തിൽ ഐസിസിന്റെ നീക്കങ്ങൾ നടക്കുന്നു. ഈ രീതിയിൽ ആണ് ഇപ്പോൾ ഇറാനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇറാനിൽ ഒരു ഭാഗത്ത് ഭരണ നേതൃത്വത്തിലുള്ള എല്ലാവരും കൊല്ലപ്പെടുമ്പോൾ മറുഭാഗത്ത് ഭീകരവാദികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇറാൻ അടിമുടി തകർക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ രീതിയിൽ ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഒരു പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഇറാന്റെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനി ആരാണ് ഇറാൻ ഭരിക്കുന്നത് എന്നറിയില്ല. ഇനിയിപ്പോൾ ഷാ ഭരണകൂടമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ഭരണകൂടം. അതായത് റസ പഹ്ലവിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം അവിടെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഇറാനെ മാറ്റിയെടുക്കുവാനായിട്ട് കുറച്ച് നാൾ എടുത്തെങ്കിലും അത് സാധിക്കും. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കുർദുകളുടെ നേതൃത്വത്തിൽ കുർദുകളുടെ ഒരു രാജ്യം ഇറാൻ കേന്ദ്രീകരിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇറാന് സാരമായ രീതിയിൽ ഒരു പരിക്കൊന്നും ഇല്ലാതെ തന്നെ വീണ്ടും ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിൽ ഇറാൻ എത്തിച്ചേർക്കുവാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണെങ്കിൽ ഇറാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. കാരണം ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിക ഭീകരവാദികൾ അവിടെ പിടിമുറുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിതി തന്നെ വരും. ജനാധിപത്യത്തിലേക്ക് ഇറാനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചവർക്ക് ഒരു കാരണവശാലും അത് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതി തന്നെ സംജാതമാകും. അങ്ങനെ ഇസ്രായേലിനെ 2047 പൂർണ്ണമായും തകർക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ഇറാൻ പൂർണ്ണമായും തകരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.